തൊട്ടുകളിച്ചത് അയ്യപ്പനെ, അങ്കലാപ്പിലാവുന്നത് LDF സർക്കാരും പിണറായി വിജയനും. സത്യത്തിൽ സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറെ ചർച്ചകൾ നമ്മൾ നടക്കുന്നുണ്ട്. LDF അക്ഷരാർത്ഥത്തിൽ ആടി ഉലയുന്ന തരത്തിലേക്ക് എത്തുകയല്ലേ? ഈ ശ്രീകോവിലടക്കമുള്ള സ്വർണം അടിച്ചു മാറ്റും അല്ലെങ്കിൽ അടിച്ചു മാറ്റപ്പെട്ടേനെ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. കാരണം ഈ ശബരിമല വിവാദം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുൻപത്തെ കാലത്ത് ഈ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ എപ്പോഴും സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പ്രകടന പത്രിക വന്നപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ പേരിൽ ജനങ്ങളോടൊപ്പമാണ്, വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വാസ സംരക്ഷണ ഒരു തന്ത്രം കൂടി പയറ്റിക്കൊണ്ടാണ് അടുത്ത സർക്കാർ വരുന്നത്. അതിനകത്ത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം ഏർപ്പെടുത്തുമൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇരട്ടത്താപ്പ് നയങ്ങളും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയത്. ഇപ്പോഴാ സ്വർണം അടിച്ചു മാറ്റില്ല. ഇടത് സർക്കാർ ഇങ്ങനെ പോകുന്നത് ജനങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്. എന്ത് തോന്നുന്നു ഈ ഒരു സ്വർണവുമായിട്ട് വരുന്ന വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഇടതിൻ്റെ നിലപാട്? ഇടതുമുന്നണി ഗവൺമെൻറ് ആടി ഉലയുക ആണോ എന്നാണ് ഇതിൻ്റെ ചോദ്യം. ആദ്യത്തേത് ഒരാടലുമില്ല, ഒരു ഉലയിലുമില്ല. വളരെ കൂളായിട്ടല്ലേ അവരിയ്ക്കുന്നത്. കാരണം എന്താ? ആഗോള അയ്യപ്പ സംഗമം അവർ നടത്തി പമ്പയിൽ. എന്താ കാര്യം? ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ദൈവവിശ്വാസം വന്നോ? ദൈവവിളി വന്നോ? ദൈവഭയം വന്നോ? എന്തെങ്കിലും വന്നോ? വന്നതായിട്ട് അവർ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. ചില ജ്യോത്സ്യന്മാരുടെ വീടുകളിലൊക്കെ അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ജ്യോത്സ്യത്തിൽ ഒരുപക്ഷെ അവർക്ക് വിശ്വാസം കാണും. ആ ജ്യോത്സ്യൻ ചിലപ്പോൾ പറഞ്ഞു കാണും ആഗോള സംഗമം നടത്തണമെന്ന്. എങ്ങനെയുള്ള കേസുകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാധാരണയായിട്ടൊരു കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. കുടുംബത്തിലെ ഒരു അംഗത്തോട് ആവശ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം. അവിടെ ജ്യോത്സ്യം പറയുകയാണ് ഇങ്ങനെ ഒരു ആചാരം നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമുണ്ടാവും, അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കുകയില്ല എന്നൊരറിവ് വെച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഏത് ജ്യോത്സ്യൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഏത് ജ്യോത്സ്യൻ്റെ വീട്ടിലാണ് ഇവർ പോയിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന പോലെ അവരുടെ പേരിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. അത് എന്തുകൊണ്ട്? അവരുടെ കുടുംബക്ഷേത്രമായിട്ടാണ് ഇപ്പോൾ ശബരിമലയെ ഇവരിപ്പോൾ കണക്കാക്കി പോരുന്നത്. സ്വന്തം കുടുംബക്ഷേത്രം എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ഇക്കാരണത്തിൽ കോടിക്കണക്കിനായിട്ട് വരുന്ന ശബരിമല ഭക്തന്മാരുടെയോ ഗുരുസ്വാമിമാരുടെയോ ഒന്നും ഒരു അഭിപ്രായം ചോദിക്കാതെ, ഇതിൻ്റെ വളർത്തുമകനായിട്ടുള്ള അയ്യപ്പനെ പോറ്റിയ പന്തളം കൊട്ടാരത്തിൻ്റെയോ ഒന്നും ഒരഭിപ്രായവും ചോദിക്കാതെ അങ്ങനെ അങ്ങ് നടത്തുകയാണ്. പെട്ടെന്നൊരു വിളി വന്നതുപോലെ അങ്ങ് നടത്തുക. അതും പമ്പയിൽ കൊണ്ടുപോയി ആഗോള അയ്യപ്പ സംഗമം. തിരസ്കാരം കൊണ്ട് കോൺസ്പീക്വസ് ആയിട്ടുള്ള കസേരകൾ കാലിയായി കിടന്ന് നമ്മുടെ കേരളത്തെ നാണക്കെടുത്തിയ അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിലെ ആക്രി കസേരയിൽ മുഖ്യമന്ത്രി പോയിരുന്നപ്പോൾ നമുക്കുണ്ടായതുപോലെ ഒരു അപമാനനമാണ് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ പങ്കെടുക്കുന്നതെന്നുള്ളത് പന്തളത്ത് പിറ്റേന്ന് നടത്തിയ അയ്യപ്പ രക്ഷാസംഗമത്തിലാണ് തെളിഞ്ഞത്. ശബരിമല രക്ഷാ സംഗമത്തിലാണ് തെളിഞ്ഞത്. അപ്പോൾ ഇവർ കുടുംബക്ഷേത്രം പോലെ തന്നെയാണ് കൈകാര്യം ചെയ്ത് ദേവസ്വം ബോർഡെന്ന് പറയുന്ന ആ നിർഗുണ ബ്രഹ്മത്തെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമല ആസ്ഥാനത്ത് ധാരാളം സ്വർണങ്ങൾ വഴിപാടായി കാണിക്കയായി വിജയ് മല്യയെ പോലുള്ള ഭക്തന്മാർ സമർപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ തരം പടിപടിയായി നാം പടിപടിയായിട്ട് ഇങ്ങനെ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോകാം. അതിന് അവർ അവതാരമായി കണ്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ നോക്കൂ, ഇവിടെ നേരത്തെയുള്ള 1999 മുതലുള്ള അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. പ്രശാന്തും അത് തന്നെ പറയുന്നു. ഇയാൾ എങ്ങനെ ഇടപെട്ടു എന്ന് നോക്കൂ. 2025 സെപ്റ്റംബറിലാണ് ഈ കള്ളനെന്ന് PS പ്രശാന്ത് പറഞ്ഞ ആളിനെ ഇവിടുത്തെ ദ്വാരപാലകന്മാരെയും കൊടുത്തുകൊണ്ട് സ്വർണ്ണപ്പാളികളും കൊടുത്തുകൊണ്ട് ചെന്നൈയിലേക്ക് വിട്ടത്. ഇയാൾ കള്ളനാണെങ്കിൽ കള്ളൻ്റെയിലാണോ ശബരിമലയുടെ മുതൽ കൊടുത്തയക്കേണ്ടത്?
ചോദ്യത്തിന് ഉത്തരമില്ല പ്രശാന്തിന്. ബബ്ബബ്ബ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി കുടുംബക്ഷേത്രമാക്കി ഇവർ മാറ്റിയെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം പറയാം. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നത് 2019 പത്മകുമാർ എന്ന് പറയുന്ന അവിശ്വാസിയാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു വിശ്വാസം കയറി വരികയാണ്. ശബരിമലയിലെ യോഗദണ്ഡിനും രുദ്രാക്ഷമാലയ്ക്കും മെയിൻ്റനൻസ് വേണം. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുക. ഫ്രാൻസിലെ ലിവർ മ്യൂസിയം ആയിക്കോട്ടെ, ലോകത്തിലെ മറ്റേത് മ്യൂസിയം ആയിക്കോട്ടെ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളോ സ്വർണ്ണമാലകളോ ആകട്ടെ, അവിടെ ഒരു മെയിൻ്റനൻസ് ആരും നടത്താറില്ല. കാരണം എന്താണ്? അത് ആൻറ്റീക്കായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ തന്നെ സ്വർണത്തിന് തിളക്കം കൂടുകയല്ലേ ഉള്ളൂ. ഈ അതിനെ നവീകരിക്കുക ആവശ്യമില്ലല്ലോ. സ്വർണത്തിൻ്റെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ അതിൻ്റെ ഒരു ആവശ്യം. അവിടെയാണ് എൻ്റെ മറ്റൊരു സംശയമുള്ളത്. 1998 സ്വർണം പൂശുകയും അതിനുശേഷം ഏകദേശം 21 വർഷങ്ങൾക്ക് ശേഷമാണ് 2019 നവീകരണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന അവതാരത്തിന് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതും അന്ന് അത് നടപ്പിലാക്കുമ്പോൾ അത് സ്വർണം പൂശുമ്പോൾ സ്വർണത്തിന്റെ തിളക്കം ഉണ്ടായിരുന്നു. അതൊന്ന് തുടച്ചാൽ നല്ല തിളക്കം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 21 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അത് അങ്ങനെ നവീകരിച്ചത്. ഇനിയും ഒരു 21 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സ്വർണ്ണമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് നവീകരിച്ചാൽ പോരെ? അങ്ങനെയാണെങ്കിൽ നവീകരിക്കും വരെ കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നവീകരിച്ചതിന് ശേഷം ഇപ്പോൾ 6 വർഷം കഴിഞ്ഞ് വീണ്ടും 2025 വീണ്ടും നവീകരിക്കാൻ വരുമ്പോൾ ഇത് തിളക്കമില്ലാത്ത വസ്തുവായി തീരുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഇത് ചെമ്പിലേക്ക് എത്തി, അല്ലെങ്കിൽ ചെമ്പ് പാളി സ്വർണം കൊണ്ടുകൊടുത്ത് ചെമ്പ് പാളി ഉണ്ടാക്കിയാണ്. അതവിടെ നിൽക്കട്ടെ, ആ വിഷയം നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഒരുപാട് ചർച്ച ചെയ്താണ്. ശ്രീകോവിലടക്കമുള്ള സ്വർണ്ണമാണ് ഇനി അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരുന്നത്. ഏകദേശം 42 കിലോഗ്രാം സ്വർണ്ണമാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൊണ്ടുപോയതിന് ശേഷം, അല്ലെങ്കിൽ സ്വർണ്ണം പൂശൽ നവീകരണത്തിന് ശേഷം നടന്നത് 38 കിലോഗ്രാമാണ്. ഏകദേശം 4-5 കിലോഗ്രാം സ്വർണ്ണം അപ്പം തന്നെ അടിച്ചു മാറ്റി. ഇത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ 5 കിലോഗ്രാമിനപ്പുറം ബാക്കി ഇനിയുള്ള 38.20 ആണെന്ന് തോന്നുന്നു. അത്രയും സ്വർണം കൂടി അടിച്ചു മാറ്റുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ശ്രീകോവിൽ അടിച്ചു മാറ്റുക, അവസാനം അയ്യപ്പനെ അടിച്ചു മാറ്റുക, സകല സംവിധാനങ്ങളെയും അവിടെ അടിച്ചു മാറ്റിയിട്ട് അവസാനം കറുത്ത കല്ലിൽ തീർത്ത അയ്യപ്പനെ അവിടെ ഇരുത്തി കറുത്ത വിഗ്രഹങ്ങളാക്കി മാറ്റി അവിടെ ആ അമ്പലത്തിൽ നിന്ന് പടിയിറങ്ങുക എന്നതായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഈ ദേവസ്വം പ്രസിഡന്റുമാരടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള പൂജാരിമാരടക്കമുള്ളവർ ചെയ്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലേക്കുള്ള ക്രൂരമായ വിനോദങ്ങളാണ് നടന്നിരിക്കുന്നത്. ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. എല്ലാ മതത്തിലുള്ളവർക്കും സംരക്ഷണം ഏർപ്പെടുത്തുമെന്നും മാത്രമല്ല എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസ പ്രമാണങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. സ്വർണം അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ വസ്തു അടിച്ചു മാറ്റുക, സമ്പത്ത് അടിച്ചു മാറ്റുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇതിലേക്ക് എത്തപ്പെടുമ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ 2019 താങ്കൾ പറഞ്ഞ പോലെ യോഗദണ്ഡും ഈ പറയുന്ന പോലെ രുദ്രാക്ഷവും അതിൻ്റെ അറ്റകുറ്റിപ്പണി നടത്താനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന അതേ ബിരുദൻ്റെ മകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിൻ്റെ മകനായിട്ടുള്ള ജയശങ്കർ പത്മനെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. മക്കളിലേക്ക് കൈമാറുക, ഒരു സ്പോൺസർഷിപ്പ് അവർക്ക് നൽകുക. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ടൂറിസം മന്ത്രിയൊക്കെ നടത്തുന്ന പല പരിപാടികളും നമുക്കറിയാം. അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ടൂറിസത്തിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിലേക്ക് കിട്ടും. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ കുടുംബങ്ങളിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട പാർട്ടിക്കാരിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും പണം എത്തിച്ചു കൊടുക്കുവാനുള്ള വഴികൾ, സോഴ്സുകൾ തുറന്നു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ മകനെയും ഈ രുദ്രാക്ഷമൊക്കെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇത്തിരി നീട്ടിപ്പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല. അന്നത്തെ ഈ മന്ത്രിക്കും, അന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, ജി സുധാകരനാണ് ഈ പറയുന്ന അന്നത്തെ ദേവസ്വം മന്ത്രി. അദ്ദേഹവും ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റും ഒക്കെ ഇതിനകത്ത് തുല്യ ഭാഗം അംഗീകരിക്കേണ്ടവരല്ലേ? ഇതിനകത്ത് ഏത് തരത്തിലാണെങ്കിലും ഈ പറയുന്ന മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുന്നു. അങ്ങനെയല്ല, ഇതിലൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെ അതീവ നമുക്ക് ഒളിച്ചോടാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അതായത് 2019 പൂശാൻ വേണ്ടി കൊണ്ടുപോയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ്. അത് നിയമവിരുദ്ധമാണ്. കൊണ്ടുപോയത് തന്നെ നിയമവിരുദ്ധമാണ്. പ്രഥമ ദൃഷ്ടിയ ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. എന്തുകൊണ്ടെന്നറിയാം? ദേവസ്വം ബോർഡ് ബെഞ്ചിനെ അറിയിക്കാതെയാണ് കൊണ്ടുപോയത്, നമ്പർ 1. നമ്പർ 2, ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ ആൻറ്റിക്വിറ്റിയാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത്. അവിടെ അറ്റകുറ്റപ്പണി അപ്രസക്തമാണ്. അവിടുത്തെ തന്ത്രി പറഞ്ഞു എന്നും പറഞ്ഞാണ് ഈ തന്ത്രം പ്രയോഗിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ക്ഷേത്ര പരിസരത്ത് വെച്ച്
അവിടുത്തെ കമ്മീഷണറുടെ, വിജിലൻസ് കമ്മീഷണറുടെ, അതുപോലെ തന്നെ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്നുണ്ട്. മാനുവലി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലംഘനം. മൂന്നാമത്തേത്, ചെന്നൈയിലേക്ക് പോയത് അതിനെടുത്ത സമയം 39 ദിവസം, ഏതാണ്ട് 1.5 മാസം. ആ സമയം എന്തിനെടുത്തു? ഏത് ദേവസ്വം ബോർഡിനോട് ചോദിച്ചാലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഭരിച്ചിട്ടുള്ളൂ ആ സമയത്ത്, അവരോട് ചോദിക്കുമ്പോൾ പത്മകുമാർ അയ്യോ അങ്ങനെയാണോ, ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ്. ഇയാൾ പിന്നെ എന്തിനാണെന്ന് ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നത്? നിങ്ങളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സ്വയം സമ്മതിച്ചു കഴിഞ്ഞു. ഇയാൾ എവിടെല്ലാം കൊണ്ടുപോയി ഇത് അശുദ്ധമാക്കിയില്ലേ? ശുദ്ധമായിട്ടിരിക്കേണ്ട ഒരു സാധനം, അത് ശുദ്ധമായിരിക്കാൻ തന്നെയാണ് അമ്പല പരിസരത്ത് വെച്ച് നടത്തണമെന്ന് പറയുന്നത്. ഇതെടുത്തു കൊണ്ടുപോയിട്ട് ഇപ്പം വരുന്നത് മറിച്ചു വിറ്റു എന്നാണ്. ഈ സ്വർണം എടുത്ത് മറിച്ചു വിറ്റു. പാളി ഏതോ കോടീശ്വരൻ്റെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ജി സുധാകരനും പത്മകുമാറും കൂടാതെ ഇപ്പോൾ വി.എൻ. വാസവൻ ഇതിനെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് 2019 നടന്നത് തിരിമറി തന്നെയാണ്, അത് കളവ് നടന്നു എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. കളവ് നടന്നു എന്ന കാര്യം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉത്തരവാദികൾ എന്ന് പറയപ്പെടുന്ന അന്നത്തെ മന്ത്രിയും ഈ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും അല്ലേ? അതാണ് നമുക്ക് അറിയേണ്ടത്. അതല്ല അറിയേണ്ടത്. ഇപ്പം ഇരിക്കുന്ന വി.എൻ. വാസവനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? ഇയാളുടെ സമയത്താണ് ഇതിപ്പോൾ രണ്ടാമത്തേത് കൊണ്ടുപോയത്. 2019 അങ്ങോട്ട് പോവാം. അല്ല, അങ്ങനെയല്ല. 2019 സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്ത ഗ്യാരണ്ടി എന്ന് പറയുന്നത്, നമ്മളത് പിന്നെ ലിങ്ക് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. 43 വർഷത്തേക്കുള്ളതാണ്. 2019 2019 2025 തമ്മിലുള്ള വ്യത്യാസം 43 വർഷമില്ല, വെറും 6 വർഷം. 6 വർഷത്തിന് ശേഷം എന്തുകൊണ്ട് കൊണ്ടുപോയി? ചോദ്യത്തിന് ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടില്ല. 2025 എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഞാൻ പറയുന്നത് 2019 കാര്യമാണ്. 2019 കൊണ്ടുപോയതിനു ശേഷമാണ് ഇതിന്റെ സ്വർണ്ണത്തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ചെമ്പ് പാളികളായത്. 2019 അപ്പോൾ ദേവസ്വം ഭരിച്ചിരുന്ന ജി സുധാകരനാണ്. അപ്പോൾ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്ന പത്മകുമാറാണ്. ഇവർക്ക് രണ്ടുപേർക്ക് ഇതിന് പിന്തിരിഞ്ഞ് നിൽക്കാൻ പറ്റും. ഇപ്പൊ 2025 കാര്യം വി.എൻ. വാസവൻ സമ്മതിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയത്തിനകത്ത്, അതായത് അവർ തമ്മിലുള്ള ഒരേ പാർട്ടിയിലുള്ളവർ തമ്മിലുള്ള ഒരു പ്രശ്നം അതിനകത്ത് നിലനിൽക്കുന്നത് ജി സുധാകരനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് 43 വർഷം അവിടെ ഗ്യാരണ്ടി തന്നിട്ടുള്ള ഒരു സാധനം 2019 43 വർഷമെന്ന് പറയുമ്പോൾ 2025 43 വർഷം കൂടി കഴിയണമെങ്കിൽ 59 കഴിഞ്ഞ 2063 ആവണം. അതുവരെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സാധനം എന്തിനാ വീണ്ടും 2025 കൊണ്ടുപോയത്? 2019 അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞ സാധനം എന്തുകൊണ്ടാണ് 2025 ആകുമ്പോൾ ചെമ്പായി പോകുന്നത്? എന്തുകൊണ്ടാണ്? അതാണ് എന്റെ ചോദ്യം. 2019 കൊടുത്ത ഗ്യാരണ്ടി ഇല്ല. അന്ന് അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുവരുമ്പോൾ മഹസർ എഴുതിയിരിക്കും. ആ മഹസറിനകത്ത് അത് പറയണമല്ലോ, ഇതെല്ലാം ഇത്രയും സ്വർണ്ണങ്ങളുള്ളതാണ്. ആ സ്വർണ്ണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. താങ്കൾ ഈ പറയുന്ന പോലുള്ള 43 വർഷത്തെ കാലാവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ആകുമ്പോഴത്തേനും ഇങ്ങനെ വെളുക്കേണ്ട ആവശ്യമില്ലല്ലോ, ചെമ്പ് പോലെ ആകേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ഉത്തരവാദി ആരാണ്? അപ്പോൾ അതിന് ഉത്തരവാദി വി.എൻ. വാസവനാണോ? ഈ കാലഘട്ടത്തിൽ ഭരിച്ചത് മുഴുവൻ CPM കാരാ. 2020 സെപ്റ്റംബറിൽ കൊണ്ടുപോയപ്പോൾ ആരായിരുന്നു? ആഗോള സംഗമം നടത്തിയപ്പോൾ ആരായിരുന്നു? അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലല്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അതിനേക്കാളും ഉത്തരവാദിത്തം ജി സുധാകരനും അതുപോലെ തന്നെ ഈ പറയുന്ന പത്മകുമാറിനുമാണ്. കൂടുതലുള്ള കമ്പാരിസൺ 2019 43 വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ 2019 കൊണ്ടുവന്നത് 6 വർഷം കൊണ്ട് ചെമ്പായി മാറി. 2062 മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. എന്തിനാ 2023 വാസവം കൊടുത്തുവിട്ടത്? ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നു. 2025 കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവിടെ ഈ ഹൈക്കോടതി ഇടപെടലുണ്ടായോ? ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധിയുടെ കെ.ആർ. ജയകൃഷ്ണന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് സമൂഹം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇതാരും അറിയില്ല. പകരം ഞാൻ ചോദിക്കുന്ന ചോദ്യം താങ്കൾ പറഞ്ഞതിലാണ്. കാരണം 2019 43 വർഷങ്ങൾക്ക് ശേഷം ഇത് നവീകരിച്ചാൽ മതി എന്നുള്ള ഉറപ്പാണല്ലോ കൊടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ 6 വർഷം കഴിയുമ്പോൾ ചെമ്പാവുന്ന ഉത്തരവാദിത്വം വി.എൻ. വാസവനാണോ? അതെ. എങ്ങനെയാണ് വി.എൻ. വാസവൻ? അപ്പൊ 2019 കൊണ്ടുപോയ അംഗീകരിച്ച 43 വർഷം അംഗീകരിച്ചില്ലേ? 2025 ആരാ മന്ത്രി?
2025 കളയൂ. 2019 ആരാ മന്ത്രി? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2019 43 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്ന സാധനത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 2025 ഭരിക്കുന്ന വാസവനാണോ? എന്തൊക്കെ ഈ പറയുന്നത്? 2025 സെപ്റ്റംബറിൽ ഇരിക്കുമ്പോഴല്ലേ അനുവാദം കൂടാതെ വീണ്ടും ചെന്നൈക്ക് കൊണ്ടുപോയത്? ആരാ അത് കൊടുത്തുവിട്ടത്? 2025 ആരാ മന്ത്രി എന്ന്? 2027 പക്ഷെ എന്റെ ചോദ്യം അതല്ല. താങ്കൾ പറഞ്ഞ 2019 43 വർഷത്തേക്കുള്ള ഗ്യാരണ്ടി കൊടുത്തോ? അന്ന് ആരായിരുന്നു ഉത്തരവാദി? ചോദ്യം മാറ്റിക്കൊണ്ട് പോയാൽ എനിക്ക് ഉത്തരവല്ല. ഇതിന്റെ ഉത്തരം ആദ്യം പറയണം. 25 ആരാ മന്ത്രി? 25 ഞാൻ പറഞ്ഞല്ലോ, 25 മന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഉത്തരവാദികൾ തന്നെയാണ്. ഇല്ല നമ്മൾ എന്റെ ചോദ്യം എത്ര ഉണ്ടായിരുന്നുള്ളൂ. 2019 ഉള്ള മന്ത്രിക്ക് ഇതിൽ നിന്ന് പിന്മാറി നിൽക്കാൻ കഴിയും. ഒരു മന്ത്രിക്ക് പറ്റില്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പത്മകുമാറിനും അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. കാരണം പത്മകുമാറിന്റെ മകനെ സ്പോൺസറാക്കി വെക്കാമെങ്കിൽ ഇടതുപക്ഷത്തുള്ള എല്ലാ മക്കൾക്കും ഇടതു മുന്നണി ഇത്രയേ ഉള്ളൂ. അതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. വാസവൻ മുതൽ സുധാകരൻ വരെയുള്ള എല്ലാ മന്ത്രിമാരും, CPM-ന്റെ കാലഘട്ടത്തിൽ ഭരിച്ച എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും, ദേവസ്വം ബോർഡ് തന്നെയും അതിനകത്തുള്ള ആളും പുറത്തുള്ള ആളും എല്ലാം, തന്ത്രി മുതൽ കീഴ്ശാന്തി മേൽശാന്തി അവരുടെ പരികർമ്മങ്ങൾ വരെ ഇതിനെല്ലാം ഉത്തരവാദികളാണ്. ഒരു സംശയവും വേണ്ട. അതിൽ അവർ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടണം, ശിക്ഷിക്കപ്പെടണം, അഴിക്കുള്ളിലാക്കപ്പെടേണ്ടവർ അങ്ങനെയും വേണം. വാസവൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് പോലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ ഞാനിതാണ് ആദ്യം ചോദിച്ചത്. ഈ സ്വർണത്തിന്റെ പേരിൽ ആകെ ആടി ഒലിഞ്ഞു നിൽക്കുന്ന തരത്തിലേക്ക് LDF എത്തപ്പെടുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെങ്ങനെയെങ്കിലും പ്രതിഫലിക്കുമോ? ഈ സ്വർണവും അയ്യപ്പനും ഒക്കെ എങ്ങനെയെങ്കിലും പ്രതിഫലിക്കുമോ? 100%. അപ്പൊ ഈ ആഗോള സംഗമം നടത്തി ഇത് ബൂസ്റ്റ് ചെയ്യാമെന്ന് അവർ വിചാരിച്ചത് കൗണ്ടർ പ്രൊഡക്റ്റീവായി ബൂമറാങ് ചെയ്ത് അവർക്കെതിരെ തന്നെ വരികയാണ്. അത് തീർച്ചയായിട്ടും 100% അയ്യപ്പൻ്റെ ഒരു കളിയാണ്. സത്യം പറഞ്ഞത് അയ്യപ്പൻ്റെ ഒരു കളിയാണ്, മനുഷ്യന്റെ മിടുക്കല്ല. അതാണ് നടന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.